Lisp is a computer programming language developed by John McCarthy. ഇപ്പോൾ ലിസ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഷോർട്ട് ഫോമാണ് ലിസ്പ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് ജോൺ മെക്കാർത്തിയാണ്. അതിന് സിംബോളിക് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള സിൻറ്റാക്സ് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ആണ്. അതുപോലെ ഡേറ്റ ടൈപ്പിംഗ് ആവശ്യമില്ല. അതുപോലെ തന്നെ അതിന് ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ് പറ്റും. പിന്നെ പല വേർഷൻസ് ഉണ്ട് ലിസ്പിന്. ഫ്രാൻസ് ലിസ്പ്, ഇൻ്റർ ലിസ്പ്, ക്യൂ ലിസ്പ്, സ്കീം, കോമൺ ലിസ്പാണ് ലേറ്റസ്റ്റ് വേർഷൻ. ലിസ്പിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: ആറ്റം, ലിസ്റ്റ്, സ്ട്രിങ്. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് സ്ട്രിങ് ഓഫ് കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് നമ്പേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. വേറെ ഒന്നുമില്ല, നമ്പറോ സ്പെഷ്യൽ ക്യാരക്ടറോ ഒക്കെ എഴുതുന്നതിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, വാക്കുകളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈഫൻ ഇട്ടിട്ട് വേണം ആറ്റമായിട്ട് എഴുതാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായിട്ട് എഴുതാൻ. ഇനി ചില ലിസ്റ്റ് വേർഷൻസിൽ ഫസ്റ്റ് തുടങ്ങേണ്ട അക്ഷരം നമ്പറും ലെറ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റർ ആയിരിക്കണമെന്നുണ്ട്. അത് ചില ലിസ്റ്റ് പ്രോഗ്രാമിന് മാത്രമേ അങ്ങനെയുള്ളൂ. സിംബോളിക്കേഷൻ തുടങ്ങേണ്ടത് ഒരു ലെറ്റർ കൊണ്ടായിരിക്കണമെന്നുണ്ട്. ഇനി ലിസ്റ്റ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ആറ്റംസ് ഓർ, ഇപ്പോൾ ലിസ്റ്റിൽ ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം, വാലിഡ് ആറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രോഗ്രാമിൽ എഴുതാൻ പറ്റുന്നത്. ഇനി തെറ്റായിട്ട് എഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇൻവാലിഡ് ആറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രാക്കറ്റിലെ പാരന്തസിസ് അതൊരിക്കലും ആറ്റം ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. കാര്യം ലിസ്പ് എന്നുള്ള പ്രോഗ്രാമിൽ അത് ലിസ്റ്റിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ആറ്റംസ്. ഈ ആറ്റംസിൻ്റെ തന്നെ ഒരു നിരനിരയായിട്ട് എഴുതാം, അല്ലെങ്കിൽ വേറെ ലിസ്റ്റുകൾ തന്നെ വീണ്ടും എഴുതാം. എന്ന് പറഞ്ഞാൽ പാരന്തസിസ്, ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന എന്ത് കാര്യത്തിന് നമ്മൾ എന്ത് പറയും? ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എഴുതുമ്പോൾ എന്ത് എഴുതാനുണ്ട്? ദിസ് ഈസ് എ ലിസ്റ്റ് എന്ന് എഴുതുന്ന വാലിഡ് ലിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എഴുതുന്നത്? ബ്രാക്കറ്റ് ഇട്ട് വേണം എഴുതാൻ. ബ്രാക്കറ്റ് ഇല്ലാതിരുന്നാലോ അത് ഇൻവാലിഡ് ലിസ്റ്റ്, അത് പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യൂല. ഇനി രണ്ടാമത്തേൽ കണ്ടോ, എ ബി സി ഡി എഫ്. അതിൽ എ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത്, അതിന് സബ് ലിസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിനകത്ത് എന്ത് ചെയ്യും? ആറ്റംസ് എന്ന് പറഞ്ഞാൽ എയും സിയും ഡിയും എഫും ആണ്. വീണ്ടും ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാൽ എന്താണ്? വേറൊരു ലിസ്റ്റാണ്. അപ്പോൾ സബ് ലിസ്റ്റുകളും വേണമെങ്കിൽ ഒരു ലിസ്റ്റിനകത്ത് എഴുതാം. പിന്നെ വെറുതെ 2 ബ്രാക്കറ്റ് ഇട്ടാലോ അത് നില്ലെന്നുള്ള, അല്ലെങ്കിൽ എം ടി ലിസ്റ്റ്, അല്ലെങ്കിൽ നില്ലിനെയാണ് അത് കാണിക്കുന്നത്. അതും വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ആറ്റമും ലിസ്റ്റും ഇല്ലാതുള്ളത് സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കൊട്ടേഷൻ മാർക്കാണ്. ഡബിൾ കോട്ടിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതിയാൽ എന്താണ്? ലിസ്പിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ ദിസ് ഈസ് എ സ്ട്രിങ്, എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞാൽ ഡബിൾ കൊട്ടേഷൻ. ഒരു കൊട്ടേഷൻ മാത്രം എഴുതിയാൽ എന്താണ്? തെറ്റാണ്. ഡബിൾ കൊട്ടേഷൻ വേണം. എന്താണ്? 2 സൈഡിലും കൊട്ടേഷൻ മാർക്ക് ഇട്ട് എഴുതിയാൽ അത് സ്ട്രിങ് ആയിട്ട് പ്രോഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ഇനി അടുത്തത്, ലിസ്റ്റിനകത്ത് ആറ്റംസ് അല്ലെങ്കിൽ ലിസ്റ്റ് കാണാമെന്ന് പറഞ്ഞു. ലിസ്റ്റിൻ്റെ ഓരോ യൂണിറ്റ് മെമ്പറിനെയും പറയുന്നത് ടോപ്പ് എലമെൻ്റ് എന്നാണ്. അപ്പോൾ ടോപ്പ് എലമെൻ്റ് എഴുതാൻ പറഞ്ഞ ലിസ്റ്റിൽ എക്സാമ്പിളായിട്ട് ലിസ്റ്റിന് എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ എലമെൻറ്റും എഴുതാൻ പറഞ്ഞാൽ എന്താണ്? എ ഒരു എലമെൻ്റാണ്, ബി ഒരു എലമെൻ്റാണ്. ആ സി ഡി എന്ന് പറയുന്ന ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നുണ്ട് എന്താണ്? അതൊരു കുഞ്ഞ് ലിസ്റ്റാണ്, അതും ഒരു എലമെൻ്റാണ്. ഇ ഒരു എലമെൻ്റാണ്, എഫ് ഒരു എലമെൻ്റാണ്. ഇനി എലമെൻറ്റ് സിയും ഡിയും, അത് സിയും എന്ന് തന്നെയാണ് ഇരിക്കുന്നത്. എലമെൻറ്റ് സിയും ഡി എന്ന് പറയുന്നത് ഏതാണ്? ഈ സി ഡി എന്നുള്ള ലിസ്റ്റിനകത്ത് ടോപ്പ് എലമെൻ്റാണ്. സബ് ലിസ്റ്റ് എന്ന് പറയും അങ്ങനെ ലിസ്റ്റിന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ആറ്റംസും ലിസ്റ്റും സ്ട്രിങ്സും മാത്രമേ ഉള്ളൂ വാലിഡ് ഒബ്ജക്ട്സ് ലിസ്പിൽ. അതുകൊണ്ട് അതിന് സിംബോളിക് എക്സ്പ്രഷൻ ഓർ എക്സ് എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ സിംബോളിക് എക്സ്പ്രഷൻസ് ഓഫ് ലിസ്പ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ആറ്റംസ്, ലിസ്റ്റും സ്ട്രിങ്ങും ആണ്. ഇനി ഓരോ എക്സ് എക്സ്പ്രഷനും എന്താണ്? ഒരു പ്രോഗ്രാം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാലിഡ് പ്രോഗ്രാം എഴുതുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെയാണ് നമ്മൾ സിൻറ്റാക്സ് റൂൾസ് ഫോർ ലിസ്പ് എന്ന് പറയുന്നത്. ഇനി ലിസ്പ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രെറ്റർ അല്ലെങ്കിൽ ഒരു കമ്പൈൽഡ് കോഡ് കാണും. ഇൻ്റർപ്രെറ്റർ എന്ത് ചെയ്യും? സോഴ്സ് പ്രോഗ്രാമിനെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ലൂപ്പ് പോലെ സോഴ്സ് പ്രോഗ്രാമിനെ വായിച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. അപ്പം ദിസ് ലൂപ്പ് റീഡ്സ് ദ പ്രോഗ്രാം കോഡ്, ഇവാലുവേറ്റ്സ് ഇറ്റ്സ് ആൻഡ് പ്രിൻറ്റ്സ് വാല്യൂസ് റിട്ടേൺഡ് ബൈ ദ പ്രോഗ്രാം. ഇൻ്റർപ്രെറ്റർ ഒരു സംഭവം വായിക്കണം, അല്ലെങ്കിൽ അതിന് റെഡി ആവണം പുതിയൊരു പ്രോഗ്രാം കൊടുക്കാൻ. നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു പ്രോംപ്റ്റ് സിഗ്നൽ വരും. ആ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വരയും ഒരു ആരോയും ചേർന്ന സിമ്പിളിനെയാണ് പ്രോംപ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കമ്പ്യൂട്ടർ റെഡിയാണ് നിങ്ങൾ പ്രോഗ്രാം കൊടുക്കാൻ. ഇനി ലിസ്പിൽ എങ്ങനെയാണ് നിങ്ങൾ 3 നമ്പറിനെ സം ചെയ്യുന്നത്? പ്രോഗ്രാം എഴുതാൻ പറയാം. എങ്കിൽ എന്ത് ചെയ്യണം? ഒരു വരയിടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനകത്ത്, എപ്പോഴും ബ്രാക്കറ്റിനകത്തേ കൊടുക്കാവൂ.
ആദ്യം ഇപ്പോൾ സം ആണ് ചെയ്യണമെങ്കിൽ പ്ലസ് എന്നുള്ളത് ആദ്യം കൊടുക്കണം. എന്നിട്ട് ഏതൊക്കെ നമ്പർ വേണോ നിങ്ങൾക്ക് സം ചെയ്യണം അത് കൊടുക്കണം. അപ്പോൾ +5, 6, 9, 20 എന്ന് കൊടുക്കും. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്രിഫിക്സ് നൊട്ടേഷനാണ് എപ്പോഴും ലിസ്പ് ഉപയോഗിക്കുന്നത്. പ്ലസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഫംഗ്ഷൻ നെയിമാണ്. ഇനി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, 5, 6, 9 ആണ്. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ നെയിം എഴുതണം, എന്നിട്ട് ആർഗ്യുമെൻറ്റ്സ് എഴുതാവും. ഇതെല്ലാം എന്തിനു വേണം എഴുതാൻ, ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതാൻ, ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. ഓക്കെ. ഇനി അടുത്ത ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ആ പ്രോംപ്റ്റ് സിഗ്നലിൻ്റെ അവിടെ വേണം വീണ്ടും പുതിയ ഇൻപുട്ട് കൊടുക്കാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. എങ്ങനെയാണ് സെൻറ്റിഗ്രേഡ് ഇക്വലൻ്റ് ഓഫ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ്, ഇപ്പോൾ 50 എന്നുള്ള ഡിഗ്രീസ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ 50 ആണെങ്കിൽ അതിൻ്റെ സെൻറ്റിഗ്രേഡ് ഇക്വലൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 50 × 9/5 + 32 ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ എഴുതും, ഞാൻ പറഞ്ഞു ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഏത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണെങ്കിലും ആദ്യം എന്താണ് സിമ്പിൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എഴുതാവും, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് എഴുതാവുള്ളൂ. അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് ഇക്വലൻ്റ് എഴുതാൻ നോക്കി, പ്ലസ് സ്റ്റാർ അതിൻ്റെ അകത്ത് ബ്രാക്കറ്റിൽ വീണ്ടും ഡിവിഷൻ്റെ സിമ്പൽ 9, 5, 50, 32. അപ്പോൾ എന്ത് കിട്ടും, 122 എന്ന് കിട്ടും. ശരിക്കും എന്താണ് ഇതിൽ ചെയ്യുന്നത്, ആദ്യം അത് 9/5 ചെയ്യും, എന്നിട്ട് അപ്പോൾ 1.8 കിട്ടും. അതിന് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, 1.8 × 50 ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ 90 കിട്ടും. അപ്പോൾ 90 + 32 ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സംഭവം ചെയ്യണമെങ്കിൽ ആ സിമ്പൽ ആദ്യം ഇടണം. അതുപോലെ ഏത് ഓർഡറിലാണോ അത് കൊടുത്തിരിക്കുന്നത് ആ ഓർഡറിലായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത്. പാരാന്തസിസിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഏതോ അതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഏത് പാരാന്തസിസാണ് നിങ്ങൾ നോക്കണം, ഏറ്റവും നടുക്കുള്ള എന്ന് വെച്ചാൽ ഏത് വരും, 9/5 വരും. പിന്നെ അടുത്ത 9/5 × 50 എന്ന് വരും. ലാസ്റ്റ് എടുക്കുമ്പോൾ 9/5 × 50 + 32 എന്ന് വരും. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ്, ചിലപ്പോൾ ചോദിക്കും. അടുത്ത ബേസിക് ന്യൂമറിക് ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അപ്പോൾ നമുക്കറിയാം പ്ലസും മൈനസും ഇൻറ്റും ഡിവിഷനും എല്ലാ സ്ഥലത്തും എവിടെ അങ്ങനെ തന്നെയാണ്. ഇൻറ്റീജേഴ്സോ റിയൽ നമ്പേഴ്സോ 1.8, 1.2, 2, 3 ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. -2, +2 എല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത പ്ലസും ഇൻറ്റും ആണ്. പ്ലസ് അഡീഷൻ ഓപ്പറേറ്ററും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററും 0 അല്ലെങ്കിൽ മോർ ആർഗ്യുമെൻറ്റ്സ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്ററും ഇല്ലാതെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസും കൊടുക്കാം മൈനസും ഡിവൈസറും 2 ആർഗ്യുമെൻറ്റ് വീതമായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഡിവിഷൻ്റെ ഓപ്പറേഷൻ ഇട്ടാൽ 25/2 എഴുതാം. മൈനസിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, -10, 12 എന്ന് എഴുതിയാൽ എന്താണ് 10 - 12 എന്നാണ്. അപ്പോൾ എന്ത് കിട്ടും, -2 കിട്ടും. ഓക്കെ. ഇനി ഒരു ആർഗ്യുമെൻറ്റും ഇല്ലാതെ പ്ലസ് ഓപ്പറേറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 എന്നായിരിക്കും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റും ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +1 ആയിരിക്കും. ഇനി ലിസ്പ് എല്ലാ ആർഗ്യുമെൻറ്റും ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ 3 എലമെൻറ്റ്സ് മാത്രം ലിസ്പിൽ എന്ത് കൊടുത്താലും അതിൻ്റെ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഏതൊക്കെയാണ്, നമ്പേഴ്സ്, ലെറ്റർ T, പിന്നെ നില്ല് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഫോൾസിന് പകരം എഴുതുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്, നമ്പേഴ്സ്, ഏതെങ്കിലും ഒരു ആരോ പ്രോംപ്റ്റ് ആരോ വരുമ്പോൾ ഏതെങ്കിലും നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ തന്നെ തിരിച്ചത് പ്രിൻറ്റ് ചെയ്ത് വരും. 6 എന്നോ 7 എന്നോ 250 എന്നോ 300 കൊടുത്താൽ എന്ത് വരും, ആ നമ്പർ തന്നെ തിരിച്ച് പ്രിൻറ്റ് ചെയ്ത് വരും. ലെറ്റർ T എന്ന് പറഞ്ഞാൽ ട്രൂത്തിന് പകരം അതുപോലെ എഴുതുന്നതാണ്. ആ T എന്നുള്ള ലെറ്റർ എന്ത് പറയുന്നത്, T എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. അതുപോലെ നില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, empty ലിസ്റ്റിന് പകരം അല്ലെങ്കിൽ ലോജിക്കൽ ഫോൾസിന് പകരം എഴുതുന്നതാണ്. നില്ലാണ് ഒരേ ഒരു ഒബ്ജക്റ്റ് ലിസ്പിൽ, അത് ബോത്ത് ആൻ ആറ്റവും ലിസ്റ്റും ആണ്. അപ്പോൾ നില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റവും ലിസ്റ്റും ആയിട്ടുള്ള ലിസ്പിലെ ഒരേ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്.